ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് BJP-യിൽ ചേർന്നത്. ഇന്ന് SFIയുടെ മുൻ ജില്ലാ സെക്രട്ടറി. എങ്ങനെയാണ് BJP ഇത്തരം മറ്റു നേതാക്കളെ BJP-യിലേക്ക് അടുപ്പിക്കുന്നത്? അത് BJP-യിലേക്ക് അടുപ്പിക്കാൻ കേരളത്തിലെ BJP തീർച്ചയായിട്ടും അവർ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് മറ്റ് പാർട്ടികളിലെ നേതാക്കളെയും അണികളെയും BJP-യിൽ കൊണ്ടുവരാൻ അവർ ശ്രമിക്കും. അത് കാലങ്ങളായിട്ട് നടക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതിന് ചില എന്താ പറയുക, അതിനെ ഉത്തേജിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ടായിട്ടുണ്ട്. ഒന്ന്, ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു പുതിയ ഒരാൾ പ്രസിഡൻ്റായിട്ട് വരുന്നു, കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു. ഒരു സാധാരണ നമ്മൾ പറയുന്ന സോക്കാൾഡ് പൊളിറ്റീഷ്യൻ അല്ല അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. പക്ഷെ ഒരു സാധാരണ പൊളിറ്റീഷ്യനിൽ നിന്ന് മാറി രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഒരാൾ തലപ്പത്തേക്ക് വരുമ്പോൾ ജനങ്ങൾ ഒരു പുതിയ ഒരു കാഴ്ചയാണ് അവരെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ അത് വലിയ പ്രതീക്ഷയുമുണ്ട്. ആ പ്രതീക്ഷ നിറവേറ്റാൻ രാജീവ് ചന്ദ്രശേഖറിന് പറ്റിയില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയുമാണ്. പക്ഷേ ഇപ്പോൾ ആ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവ് ഈ പറയുന്നത് പോലെ BJP-ക്കും കേരളത്തിലെ ജനങ്ങൾക്കും ഒരു പുതിയ കാഴ്ചയാണ്, പുതിയ ചില പ്രതീക്ഷകൾ നൽകുന്നു ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മറ്റു പാർട്ടികളിൽ പാർട്ടിക്കുള്ളിൽ ഇടഞ്ഞു നിൽക്കുന്ന, പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയൊക്കെ കൊണ്ട് എതിർത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പരിക്ക് പറ്റിയിരിക്കുന്ന നേതാക്കളും അണികളും സ്വാഭാവികമായിട്ടും BJP-യിലേക്ക് ചേക്കാറാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരത്തും സംഭവിച്ചിരിക്കുന്നത്, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഷൈൻലാൽ നേരത്തെ ശശി തരൂരിനെതിരെ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതാണ്. വലിയ വോട്ടൊന്നും പിടിച്ചില്ല, എങ്കിലും മത്സരിച്ച് തൻ്റെ സാന്നിധ്യം അറിയിച്ചു. കോൺഗ്രസ്സിനുള്ളിലെ ശരികേടുകൾ, ഞാൻ കാണുന്ന ശരികേടുകൾ, അതിനെതിരെ പ്രതികരിക്കുന്നു എന്നുള്ള നിലയ്ക്കാണ് ഷൈൻലാൽ മത്സരിച്ചത്. എന്തായാലും ഷൈൻലാൽ കഴിഞ്ഞ ദിവസം BJP ചേർന്നു. ഇപ്പോൾ ഇന്നിതാ ഈ SFIയുടെ ഗോകുൽ ഗോപിനാഥ്, മുൻ ജില്ലാ സെക്രട്ടറി, SFI മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പിന്നീട് DYFIയിലും CPM-ലും ഒക്കെ പ്രവർത്തിച്ചു. അങ്ങനെയുള്ളൊരു നേതാവ് BJP-യിൽ ചേർന്നിരിക്കുകയാണ്. അതിന് അദ്ദേഹം പറയുന്ന കാരണങ്ങൾ, ഞാൻ 17 വർഷം ഇതിൽ പ്രവർത്തിച്ചു, ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്, തൊഴിലാളി കുടുംബമാണ്, എൻ്റെ അച്ഛൻ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ആ പശ്ചാത്തലമാണ് എന്നെ മാർക്സിസ്റ്റ് ആക്കിയത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആക്കിയത്. ഞാൻ അല്ലാതെ കമ്മ്യൂണിസം എന്താണെന്ന് അറിഞ്ഞിട്ടോ പഠിച്ചിട്ടോ ഒന്നും കമ്മ്യൂണിസ്റ്റ് ആയതല്ല. സ്വാഭാവികമായിട്ട് എൻ്റെ കുടുംബ പശ്ചാത്തലം ഒരു തൊഴിലാളി കുടുംബമായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമാണ്. അങ്ങനെ ഞാനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി. പക്ഷേ മുന്നോട്ട് പോയപ്പോൾ ഈ പാർട്ടിക്കുള്ളിൽ വലിയ പവർ ക്ലസ്റ്റർ ഉണ്ട്. അത് മരുമക്കത്തായോ മക്കത്തായോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അതാരെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായല്ലോ. ഒക്കെ ഇങ്ങനെ പോവുകയാണ്. എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ഞാൻ അതോടൊപ്പം തന്നെ ഈ ന്യൂനപക്ഷ പ്രീണനവും ഞാൻ ഇതിനെല്ലാം ശക്തമായിട്ട് എതിർക്കുന്നു. ഈ പറയുന്നത് പോലെ ന്യൂനപക്ഷ പ്രീണനം, കൃത്യമായിട്ട് പറഞ്ഞാൽ മുസ്ലിം പ്രീണനം. നമ്മൾ അതിൻ്റെ ഉദാഹരണമാണല്ലോ ആലപ്പുഴയിലൊക്കെ കണ്ടത്. G. സുധാകരനെ പോലൊരു മുതിർന്ന പോസ്റ്റർ ഒട്ടിക്കാനും അടി വാങ്ങാനും കേസിൽ പോകാനും ജയിലിലാകാനും ഭൂരിപക്ഷ സമുദായവും ഹിന്ദു സഖാക്കൾ, അതെ, ചുമതലകൾ വരുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് പ്രാധാന്യം നൽകുക, പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. നമ്മളത് കണ്ടതാണ്. ആലപ്പുഴയിൽ ഏറ്റവും നല്ല ഉദാഹരണം ആലപ്പുഴയിലാണ്. G. സുധാകരൻ്റെ കാര്യത്തിൽ, തോമസ് ഐസക്കിൻ്റെ കാര്യത്തിലൊക്കെ നമ്മളത് കണ്ടതാണ്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ഒരു പവർ ക്ലസ്റ്റർ CPM-ൽ ഉണ്ട് എന്ന് ഒരു മുൻ ജില്ലാ സെക്രട്ടറി പറയുകയാണ്, SFIയുടെ. പിന്നീട് DYFIയിലും CPM-ലും ഒക്കെ പ്രവർത്തിച്ച ആളാണിത് പറയുന്നത്. ആ പവർ ക്ലസ്റ്റർ എന്ന് പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഞാനതിനെ ചോദ്യം ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്നെ അടിച്ചൊതുക്കി, ചവിട്ടി ഒതുക്കി, ഞാൻ പാർട്ടി വിട്ടു. വളരെ ലളിതമാണ്. അപ്പോൾ പിന്നെ എങ്ങോട്ട് പോകും എന്നുള്ള ചോദ്യം വന്നപ്പോൾ, ഇന്ന് കേരളത്തിൻ്റെ ഒരു സാഹചര്യം എടുത്ത് നോക്കിയാൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായിട്ട് സംഘടനാപരമായിട്ട് വലിയ ദൗർബല്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ പോലും വലിയ തർക്കവും കലഹവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ അല്ലാത്തൊരു പാർട്ടി BJP-യാണ്. രണ്ടാമത്തെ കാര്യം, BJP-ക്ക് ഇന്നൊരു സേ ഉണ്ട്. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പഹൽഗാമിൽ 26 പേരെ കൂട്ടക്കൊല ചെയ്തപ്പോൾ അതിനെതിരെ നമ്മുടെ രാജ്യത്തുണ്ടായ ഒരു വികാരം, നമ്മളെല്ലാവരും ഭാരതീയരാണ്, ഇന്ത്യക്കാരാണ്, ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞ് ഒരു ദേശീയ വികാരം നമ്മളിലുണ്ടായി. അത് നമ്മൾ കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ തിരിച്ചടിച്ചപ്പോൾ മുമ്പെങ്ങുമില്ലാത്ത ഒരു പ്രോത്സാഹനവും പിന്തുണയുമാണ്
നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രം ഭരിക്കുന്ന NDA സർക്കാരിനും കിട്ടിയത്. അത് ഇത്തരം സംഭവങ്ങൾ, ഇപ്പോൾ കാർഗിൽ യുദ്ധം നമുക്കറിയാം. കാർഗിൽ യുദ്ധം നടന്നപ്പോൾ നമ്മളെല്ലാവരും പട്ടാളത്തിന് ജയ് വിളിച്ചുകൊണ്ട് നമ്മൾ രാജ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. അല്ല, പണ്ട് ഇത് തുടങ്ങി വെക്കുന്നത് ശരിക്കും അങ്ങനെ ഇതിനെ ഒരു രാഷ്ട്രീയമായ ഒരു ക്യാമ്പയിൻ പോലെ ആക്കി തീർക്കുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അദ്ദേഹം 65-ൽ ഈ പറഞ്ഞതുപോലെ യുദ്ധം വന്നപ്പോൾ അദ്ദേഹം ജയ് ജവാൻ ജയ് കിസാൻ എന്നൊരു മുദ്രാവാക്യം തന്നെ അദ്ദേഹം സൃഷ്ടിച്ചു. അതൊരു വലിയ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പോലും അലയടിച്ച ഒരു വലിയ ആവേശം കൊള്ളിച്ചൊരു മുദ്രാവാക്യമാണ് ജയ് ജവാൻ ജയ് കിസാൻ. നമ്മൾ എത്രയോ കാലം നമ്മളത് പാടി നടന്നു. അതുപോലെയാണ് ഈ കാർഗിൽ യുദ്ധത്തിൽ ഇപ്പോഴിതാ ഓപ്പറേഷൻ സിന്ദൂറിലും ഒക്കെ സംഭവിച്ചിരിക്കുന്നത്. രാജ്യത്തിന് നേരെ ഒരു ആക്രമണം വരുമ്പോൾ ഇത് രാജ്യത്തിന് നേരെ നടന്ന ഒരു ആക്രമണമായിട്ടാണ് ജനങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഒറ്റക്കെട്ടായിട്ട് സൈന്യത്തിനും കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കും ഒക്കെ പിന്നിൽ അടിയുറച്ചു. വളരെ സാധാരണക്കാരായ തൊഴിലാളി വർഗത്തിൽപ്പെട്ടവർ, കൂലിപ്പണിക്കാർ ഒക്കെ വളരെ ശക്തമായ പിന്തുണയാണ് ഈ രാജ്യത്തെമ്പാടും ഈ കാര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂരിനും സൈന്യത്തിനും നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മറ്റു പാർട്ടികളിൽ അസംതൃപ്തിയോടെ നിൽക്കുന്നവർ ഇതൊരു അവസരമായിട്ട് അവർ കാണുന്നു. ഇത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ രാജ്യമല്ലേ, BJP ഇത്രയൊക്കെ ചെയ്തില്ലേ, നരേന്ദ്രമോദിയെ പോലൊരു ലോക നേതാവ് BJPയെ നയിക്കാനില്ലേ, ഇതൊക്കെ അവരെ ആകർഷിക്കും. ആ ആകർഷണമാണ് ഗോകുൽ ഗോപിനാഥിനെ പോലെയുള്ളവരെ പാർട്ടിയിലേക്ക് എത്തിക്കുന്നത്. പിന്നെ നമ്മൾ പക്ഷേ നാം ഇത് പറയുമ്പോഴും സന്ദീപ് വാര്യർ അടക്കമുള്ളവർ ഒരു ഭാഗത്ത് പാർട്ടി വിട്ടുപോയി പാർട്ടിക്ക് തന്നെ വലിയ തലവേദനയായി മാറുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ചാനൽ ചർച്ചകളിലെല്ലാം ഈ BJP നേതാക്കളെ അനാവശ്യം, ഒരു പരിധി നോക്കിയാൽ അനാവശ്യമായ വിമർശനം അതിലുണ്ട്. അങ്ങനെ സംസാരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഒതുക്കുന്നത് നാം കാണുന്നുണ്ടല്ലോ. അല്ല, സ്വാഭാവികമാണ്. കേരളത്തിൽ BJP വളർന്നു വരുന്നതിനെ എതിർക്കുന്ന ഒരു വലിയ വിഭാഗം മാധ്യമങ്ങളും ഒക്കെ ഉണ്ട്. സാംസ്കാരിക സാഹിത്യ നായകന്മാരും കലാകാരന്മാരും ഒക്കെ ഉണ്ട്. അതൊരു സത്യമാണ്. കാരണം കാലങ്ങളായിട്ട് അവർ ഇടതുപക്ഷത്തിനൊപ്പമോ വലതുപക്ഷത്തിനൊപ്പമോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് അത്തരം എതിർപ്പുകൾ വരും. അതിനെ നമ്മൾ രാഷ്ട്രീയമായിട്ട് കണ്ടാൽ മതി. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ സന്ദീപ് വാര്യരുടെ കാര്യം പറഞ്ഞതുപോലെ സന്ദീപ് വാര്യർ BJP വിട്ടുപോയി. BJPക്ക് ഉള്ളിൽ ചില പാലക്കാടുണ്ടായ ചില വിഭാഗീയ പ്രവർത്തനങ്ങളാണ് അതിന് കാരണം. സന്ദീപിൻ്റെ വഴിക്ക് പോയി. പക്ഷേ സന്ദീപ് പോയതുകൊണ്ട് സന്ദീപിൻ്റെ പുറകെ ഒരുപാട് പേർ BJP വിട്ട് പാലക്കാടെന്ന് സന്ദീപ് പോയ കോൺഗ്രസ്സിലേക്ക് പോയി എന്ന് നമ്മൾ കണ്ടില്ലല്ലോ. അങ്ങനൊരു കാര്യം ഉണ്ടായില്ലല്ലോ. എന്തായാലും അത് സന്ദീപിൻ്റെ വ്യക്തിപരമായ വിഷയമാണ്. അദ്ദേഹം അങ്ങോട്ടേക്ക് പോയി അത് ആ പാർട്ടിയിൽ പ്രവർത്തിക്കട്ടെ. ഇപ്പോൾ ഗോകുൽ ഗോപിനാഥ് BJPയിലേക്ക് ഇടതുപക്ഷത്തുനിന്ന് വരുമ്പോൾ ഗോകുൽ ഗോപിനാഥിൻ്റെ കൂടെ കുറേ പാർട്ടിക്കാർ വന്നു എന്നല്ലല്ലോ അർത്ഥം. അങ്ങനെ വരുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ കായംകുളത്തൊക്കെ അത് സംഭവിച്ചു, നമുക്കത് അറിയാവുന്നതാണ്. അവിടെ ഒരു നേതാവ് CPM വിട്ട് SNDPയുടെ കൂടെ നേതാവായ ഒരാൾ പാർട്ടി വിട്ട് BJPയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരുപാട് ആൾക്കാർ BJPയിലേക്ക് വന്നു. അതിൻ്റെ മാറ്റം നമുക്ക് അവിടെ കാണാനും സാധിച്ചു. ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് ശോഭാ സുരേന്ദ്രന് വലിയ രീതിയിൽ വോട്ട് നേടാനായി. അതൊക്കെ അത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. നമ്മൾ കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യം വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് UDF എന്ന് പറയുന്ന മുന്നണിയുടെ ബലം എപ്പോഴും മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളാണ്. അതിൽ ക്രിസ്ത്യൻ വോട്ടിൽ വലിയൊരു മാറ്റം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അത് കുറേ LDFിലേക്കും കുറച്ച് BJPയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. BJPയിലേക്ക് കൂടുതൽ പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ UDF എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഒരു മുസ്ലിം അപ്രമാദിത്വമുള്ള, മുസ്ലിം സംഘടനകൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു മുന്നണിയായി മാറിക്കഴിഞ്ഞു. LDFിൽ അതേസമയം കൃത്യമായി ഒരു ഹിന്ദു വോട്ട് ബാങ്ക്, അത് ഹിന്ദുക്കളുടെ വിവിധ വിഭാഗങ്ങൾ, പ്രത്യേകിച്ചും പിന്നാക്ക വിഭാഗങ്ങളുടെ ഒരു കൂട്ടം, അതാണ് LDFിൻ്റെ ശക്തി. അവിടെയും ഇപ്പോൾ വിള്ളൽ വീണിരിക്കുകയാണ്. LDFിൽ നിന്ന് ഈ പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് പതുക്കെ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കണ്ടു, ആറ്റിങ്ങൽ കണ്ടു, ആലപ്പുഴ കണ്ടു, തൃശ്ശൂർ കണ്ടു, എറണാകുളത്ത് കണ്ടു, അതുപോലെ തന്നെ പത്തനംതിട്ടയിലും കോട്ടയത്തും ഒക്കെ നമ്മളത് കണ്ടു. അത് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. CPMനെ അത് വല്ലാതെ വലിയ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. CPMനെ അത് അലോസരപ്പെടുത്തുന്നു. അവർക്ക് ഭയവുമുണ്ട്. പ്രത്യേകിച്ചും ഈഴവ സമുദായത്തിൻ്റെ വോട്ട് നഷ്ടപ്പെടുന്നത് CPMന് ഒട്ടും തന്നെ സഹിക്കില്ല. കാരണം അവരുടെ അടിയുറച്ച ഒരു വോട്ട് ബാങ്കാണത്. ആ വോട്ട് ബാങ്കിൽ ഒരു വിള്ളൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ആ വോട്ടാണ് BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP വളരണമെങ്കിൽ വാസ്തവത്തിൽ ഇനി എന്തായാലും ഈ മുസ്ലിം വോട്ട് വലിയ തോതിൽ BJPയിലേക്ക് കിട്ടില്ല.
അത് BJPക്കും അറിയാം. ഒരു ഇന്നത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയം, പ്രത്യേകിച്ചും കേരളത്തിലെ രാഷ്ട്രീയം അതാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ കാര്യത്തെ വിലയിരുത്താൻ. അപ്പോൾ ഇനി BJPക്ക് വോട്ട് കിട്ടേണ്ടത് CPMൻ്റെ വോട്ടാണ്. CPMലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ പിടിച്ചെടുക്കാനാണ് BJP സത്യത്തിൽ ശ്രമിക്കേണ്ടത്. അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. ഈ ഗോകുൽ ഗോപിനാഥിനെ പോലെയുള്ളവർ പാർട്ടിയിലേക്ക് വരുന്നതും മറ്റും അതിൻ്റെ ഭാഗമാണ്. ഗോകുൽ തീർച്ചയായിട്ടും BJPയിലേക്ക് വന്നത് പലർക്കും ഉള്ള ഒരു സൂചനയാണ്. CPMൽ നിന്ന് കൂടുതൽ ആൾക്കാർ BJPയിലേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ട്. കാരണം CPMനുള്ളിലും വലിയ തോതിൽ വിഭാഗീയതയുണ്ട്. നമുക്കറിയാം, അവരും വലിയ തോതിൽ ഈ ന്യൂനപക്ഷ പ്രീണനം, മുസ്ലിം പ്രീണനം നടത്തുന്നതിൽ വളരെ മുന്നിലാണ്. അത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഹിന്ദു സഖാക്കൾ എന്നൊരു പ്രയോഗം പോലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അത് വളരെ ശക്തമാണ്. അത് CPMൻ്റെ ശത്രുക്കൾ ഉണ്ടാക്കി കൊടുത്തതാണെങ്കിൽ പോലും അതിനിന്ന് പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിൽ അത് ചർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CPMനുള്ളിൽ പ്രശ്നങ്ങളുണ്ടായാൽ അവർ വളരെ പെട്ടെന്ന് പുതിയ വഴി തേടും. അത് BJPയിലേക്ക് ആയിരിക്കും എന്നുള്ളതും സംശയിക്കാൻ ഇടയില്ലാത്ത കാര്യമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. CPMൻ്റെ ഒരു വീഴ്ച അല്ലെങ്കിൽ CPMൻ്റെ ആ ജീർണത അത് ഗുണം ചെയ്യുക കോൺഗ്രസിനായിരിക്കില്ല, BJPക്ക് ആയിരിക്കും ഭാവിയിൽ. പ്രത്യേകിച്ചും നരേന്ദ്രമോദിയെ പോലൊരു നേതാവ് രാജ്യം ഭരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് അരങ്ങേറുമ്പോൾ ഒക്കെ അത് ജനങ്ങളെ വലിയ തോതിൽ BJPയിലേക്ക് ആകർഷിക്കും എന്നുള്ളത് ഒരു സത്യമാണ്. അതിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് CPMൽ നിന്ന് ഒരു CPMനുള്ളിലെ വിഭാഗീയത കൊണ്ട് അണികൾ പാർട്ടി വിട്ടുപോയാൽ അവർ ചേക്കേറുന്നത് BJPയിലേക്ക് ആയിരിക്കും എന്ന കണക്കുകൂട്ടലാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരും തിരഞ്ഞെടുപ്പ് വിദഗ്ധരും ഒക്കെ നൽകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താകും ഈ BJP CPM ഒക്കെ വരുന്ന തിരഞ്ഞെടുപ്പുകൾ ആണ് അതിൻ്റെ ഫലസൂചന നൽകുന്നത്. കൃത്യമായിട്ടും ഈ പറയുന്നത് പോലെ ഈ നേതാക്കളുടെ അണികളുടെ ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടോ, ഈ സാമുദായികമായ വോട്ടുകൾ ധ്രുവീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് വരുന്ന തിരഞ്ഞെടുപ്പിൽ കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.